നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മിന്നും പ്രകടനമാണ് റാഫീഞ്ഞ ക്ലബിന് വേണ്ടി നടത്തുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അതേ പ്രകടനം ബ്രസീലിയൻ ദേശീയ ടീമിൽ എന്തുകൊണ്ട് ബ്രസീൽ താരങ്ങൾ ആവർത്തിക്കുന്നില്ല എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ടെങ്കിലും തമ്മിൽ ഭേദമായ പ്രകടനം തന്നെയാണ് എപ്പോഴും റാഫീഞ്ഞ നടത്താറുള്ളത്. ഇന്നും അദ്ദേഹത്തിൽ നിന്ന് ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് വന്നിരിക്കുന്നു. ബ്രസീൽ കൊളംബിയയെ 2-1 തോൽപ്പിക്കുമ്പോൾ 2 ഗോളിന് പുറകിലും റാഫീഞ്ഞയുണ്ട്. ഗോളും അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയാണ്. പെനാൽറ്റി വിൻ ചെയ്തത് വിനിയാണെങ്കിലും പെനാൽറ്റി അടിച്ചത് റാഫീഞ്ഞയാണ്. അദ്ദേഹം ഗോളാക്കി. അവസാന ഘട്ടത്തിൽ വിനിയുടെ ഒരു തീപ്പൊരി ഗോളുണ്ട്, അതിന് അസിസ്റ്റ് കൊടുത്തത് റാഫീഞ്ഞയായിരുന്നു. ഏതായാലും ഗോളും അസിസ്റ്റുമായിട്ട് റാഫീഞ്ഞ മികച്ച പ്രകടനം നടത്തുമ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്കുകളൊന്നും നോക്കുക, ഞെട്ടിക്കുന്നതാണ്. കളിയേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസുമായിട്ട് റാഫീഞ്ഞ കുതിക്കുമ്പോൾ ആരുണ്ട് അവനെ തടയാനെന്നുള്ളതാണ് ചോദ്യം. ഇത്തവണത്തെ ബാലൻ ഡ്യൂറിൽ ലക്ഷ്യമിട്ടുകൊണ്ട് റാഫീഞ്ഞ കുതിക്കുന്നു. നോക്കുക, ഇപ്പോൾ ബ്രസീലിന് വേണ്ടി ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് 1 ഗോളും 1 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത്. 3 ഷോട്ടുകൾ തീർത്തു, 2 ഓൺ ടാർഗറ്റിലേക്ക്. കളിയിൽ ആ കാര്യത്തിൽ 2ാമതാണ് റാഫീഞ്ഞ. 3 കീ പാസുകൾ, കളിയിൽ ആ കാര്യത്തിൽ 1ാമതാണ് റാഫീഞ്ഞ. 7 ക്രോസുകൾ കൊടുത്തതിൽ 3 ലക്ഷ്യത്തിലേക്ക്. 7 ഡ്യുവൽസിൽ 5 വിൻ ചെയ്തു, അതായത് 71% അതിൻ്റെ വിന്നിങ് റേറ്റ്. 2 ഫൗൾ അദ്ദേഹം സഫർ ചെയ്തു. 8.3 അദ്ദേഹത്തിന് sofascore.com കൊടുത്ത റേറ്റിംഗ്. കഴിഞ്ഞില്ല. റാഫീഞ്ഞയുടെ ഈ സീസണിലെ കളികളൊന്ന് നോക്കുക. 2024-25 FC ബാഴ്സലോണക്കും ബ്രസീലിനുമായിട്ട് 47 കളികൾ കളിച്ചു, 50 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരിക്കുന്നു. അതായത് 47 കളികളിൽ നിന്ന് 31 ഗോളുകളും 19 അസിസ്റ്റുകളും, 50 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഓരോ 77 മിനിറ്റിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 132 കീ പാസുകൾ, 39 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. യെസ്, ഇതൊരു വല്ലാത്ത സീസണാണ് റാഫീഞ്ഞയ്ക്ക്. ആരുണ്ടടാ തടയാൻ എന്നുള്ളതാണ് റാഫീഞ്ഞ ചോദിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.